കോൺഗ്രസിൻ്റെ ഇനിയും സമുന്നത നേതാക്കന്മാർക്ക് നേരെ അന്വേഷണം പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്ന അവസരത്തിൽ ഗവൺമെൻറ് ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു. ആരായിരുന്നാലും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അങ്ങനെയാണ് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയത്. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിയിൽ ഇതിലിടപെടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായി. പ്രതിപക്ഷ നേതാവ് പ്രത്യേക അന്വേഷണ സംഘത്തെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രധാന ഉത്തരവാദി കോൺഗ്രസും കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരും ഇതിൽ പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രസ്താവന നടത്തുന്നുള്ള കാര്യം വ്യക്തമായി. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ അടുത്ത് പോയത് ആരൊക്കെയാണ്? 2 പ്രാവശ്യം പോയി. പ്രൈം മിനിസ്റ്ററുടെ അത്രയും സെക്യൂരിറ്റിയുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വസതിയിൽ പ്രവേശിക്കുവാൻ ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവരും കൊടുത്തവരും എല്ലാവരും ഒരുമിച്ച് പോയില്ലേ? അതിനോടൊപ്പം തന്നെ 2 എംപിമാരും പോയല്ലോ. എംപിമാരെ ഒരാളിനെ ചോദ്യം ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും അതിന് നേതൃത്വം കൊടുത്തവരും ഈ സ്വർണ്ണക്കൊള്ള നടത്തിയവരുമായി ബന്ധം വച്ചിട്ടുള്ളതും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ്. സർക്കാരല്ലല്ലോ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SIT പൂർണ്ണമായി തന്നെ നിയന്ത്രിക്കുന്നത് കോടതിയാണല്ലോ. അവർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യട്ടെ. അത്രയ്ക്ക് അവർക്ക് അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത് കോടതിയിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കേസ് ഫയൽ ചെയ്തതിന് വേണ്ടിയുള്ള ധൈര്യം കാണിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് 2 കോടിയുടെ ഒരു കഥ ഉണ്ടല്ലോ. ഇപ്പോൾ ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയതിനെ സംബന്ധിച്ചിടത്തോളം കഥ വന്നല്ലോ. അത് ആരാണോ ആർക്ക് വേണ്ടി വാങ്ങി? അതിന് പ്രതിപക്ഷ നേതാവിന് വല്ല പങ്കുമുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്ക് വല്ല പങ്കുമുണ്ടോ? ആ കാശ് എങ്ങനെ വിനിയോഗിച്ചു? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, ദേശീയ നേതാവായിട്ടുള്ള ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിക്കെതിരെ അവർ ഒരുമിച്ച് നിന്ന് എടുത്ത ഫോട്ടോയെ സംബന്ധിച്ചിടത്തോളം ചർച്ചയായല്ലോ. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ആരും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ലല്ലോ. KC വേണുഗോപാൽ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പ്രതികരണം നടത്തുന്ന ആളാണല്ലോ. ഒരു പ്രതികരണം പോലും നടത്തുന്നതിന് വേണ്ടി തയ്യാറായല്ലോ. അപ്പോൾ ഇത് അന്വേഷണം വന്ന് കോൺഗ്രസിൻ്റെ തലയിൽ ആകെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ കഴിയുന്ന ഒറ്റ മുദ്രാവാക്യം അഴിമതിയെപ്പറ്റി പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരുടെ അഴിമതിയെപ്പറ്റി പറയാനില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ അക്ഷരം പറയാൻ വേണ്ടി കഴിയില്ല. ആകെ ഉള്ള സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസ് ജനങ്ങളോട് മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആന്റോ ആന്റണി തന്നെ സമ്മതിച്ചല്ലോ. ആന്റോ ഞങ്ങൾ പത്രങ്ങളിലൂടെയാണ് വന്ന വാർത്തകൾ പറയുന്നത്, ടെലിവിഷനിൽ വന്ന വാർത്തയാണ് പറയുന്നത്. ആന്റോ ആന്റണി സമ്മതിച്ചു, കാശ് കൊടുത്തയാൾ സമ്മതിച്ചു, തിരിച്ചേതാണ്ട് 35-40 ലക്ഷം രൂപ തിരിച്ചു കിട്ടിയെന്ന് സമ്മതിച്ചു. ഞങ്ങളാരും പറഞ്ഞ കാര്യമല്ല, പത്രങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ.